ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താ പറയുത്തോ? നമ്മളെ മെയിൻ പേടിച്ചിരിക്കാണ് നീലത്താമര കുട്ടിമാളു. അപ്പൊ നമ്മള് ഷോർട്സ് ഒക്കെ കണ്ടേല് എല്ലാരും ഒരു ബ്ലൗസും ഒരു ലുങ്കിയൊക്കെ എടുത്തിട്ടുള്ള കേട്ടോ. അപ്പൊ നമുക്ക് നല്ല രീതിയില് ഇതെങ്ങനെ നോക്കാം, ഒരു വീഡിയോ നമുക്ക് എടുക്കാൻ കഴിയുമെന്നുള്ളത് നോക്കാം അല്ലേ. അപ്പൊ ഞാന് സിത്തുനെ സെറ്റാക്കും. ഡ്രസ്സിങ് കോസ്റ്റ്യൂമർ നമുക്ക് കാണാട്ടോ. ബാക്കി വീഡിയോയില് മേക്കപ്പ് ചെയ്യണതൊക്കെ നമുക്ക് കാണാട്ടോ. നമുക്ക് എടുത്തു നോക്കാം. പാട്ടാടി ചിരിയും നിറയും കനവിൽ ഇളനീരൊഴുകി കുളിരിൽ തണലും വെയിലും. ബാക്കി നമുക്ക് നോക്കലേ നോക്കാം. പിന്നെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നൊക്കെ മേക്കപ്പ് അധികമൊന്നുമില്ല. കുട്ടിമാളോന് എല്ലാവർക്കും അറിയാലോ. അത് മുൻകൂട്ടി മേക്കപ്പ് ഒന്നുമില്ല. ജസ്റ്റ് കണ്ണെഴുതാ. പേടിയുണ്ടോ? നല്ലുണ്ട്. എന്നുവെച്ചാൽ ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു നമ്മള് ബ്ലൗസും ലുങ്കിയും അങ്ങനെ നമ്മള് സ്ക്രീനിൽ ഇതുവരെ വന്നിട്ടില്ല. നല്ല പേടിയുണ്ട്. ഭയങ്കര ടെൻഷൻ എങ്ങനെ വരിക എന്നുള്ളൊരു ആ ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്നതാണ്. നല്ല രീതിക്ക് ഞങ്ങള് കണ്ടതിൽ വെച്ച് എല്ലാതും ഓൽക്കത് നല്ലതായിരിക്കും. നല്ല ഭംഗി തന്നെയാണ് കാണാൻ, രസമൊക്കെ തന്നെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ചിലരുടെ മൈൻഡിലൂടെ അത് വേറെ രീതിക്കല്ലേ വരിക. അങ്ങനെ ഓവറായിട്ടൊക്കെ ആയിട്ട് ചെയ്തവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. അപ്പോൾ ചിലരെടുക്കണ രീതിക്ക് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ എടുത്താല് അയ്യേ എന്ന് പറഞ്ഞോണ്ടാവും, ചിലപ്പോ നന്നായി എന്ന് പറഞ്ഞോണ്ടാവും പേടി ഇതിലെടുക്കും എന്നുള്ള കാര്യം. ഭയങ്കര പേടിയുണ്ട്. നെഗറ്റീവുകളൊക്കെ വരും. ഞങ്ങള് ഇവിടുന്ന് ഇനി മുതൽ ഞങ്ങളെ കുറച്ച് എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനൊക്കെ ഒന്ന് ഉള്ളൊരു ചിന്ത ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, ഞങ്ങളോട് സപ്പോർട്ട് ചെയ്ത് നിക്കുക. അപ്പൊ അതിന് തുടക്കാണ് ഇട്ടത്. തുടക്കാണ് ഇവിടെ മുഖത്ത് കാണുന്നത്. ആ ഒരു പേടി റെഡി ആവുമായിരിക്കും. നമ്മള് പോകെ ക്ലിയർ ചെയ്ത് വരികയായിരിക്കും. അപ്പൊ ഞങ്ങൾ വീഡിയോയിലേക്ക് നേരെ കിടക്കുകയാണ്. നോക്കലേ, ഞാനിതാ എന്റെ കോസ്റ്റ്യൂമിന്റെ പണി കഴിഞ്ഞു. ഇനി ചിന്നു നമ്മൾ ഇനി മേക്കപ്പ് ആർട്ടിസ്റ്റ് ചിന്നുവിന്റെ കൂടാട്ടോ. ഞാനൊന്ന് മാറിയിരിക്കാം. നീ എന്തിനു പഠിക്കണം? ഞാൻ കൈ വെച്ചതൊന്നും ഇതൊരു മോശമായിട്ടില്ല. മറ്റേ ദിലീപ് അതുകൊണ്ട് ഞാൻ വെച്ചതൊന്നും മോശമല്ല. ആരെ വരയ്ക്കൂ മിസ്റ്റർ ബട്ട്ലർ എന്ന പോലെ മലരണോ റെഡിയായോ? പോരുന്നില്ല എന്തായിരിക്കല്ലേ മാറി ചോദിക്കണം ജി. സ്വന്തമില്ലാത്തൊരു കളി ഞങ്ങൾക്കത്. കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്നുണ്ടല്ല. കഴുത്തില് നമുക്ക് കറുത്ത ചരടല്ലേ കേട്ടല്ലേ? എന്താ ചോദ്യം അത്? മേക്കപ്പ് ആർട്ടിസ്റ്റ് കെട്ട് കൂടലേ. ഞാൻ ഇങ്ങനെ കാച്ചിനകവിന്റെ സീൻ ആലോചിക്കും. നോക്കുമ്പോ 7 തെത്തുന്നല്ലേ ഒളിക്കും. ഒരെക്കാളും ഭംഗിയുണ്ടോ? സൂപ്പർ അടി. അച്ഛനെ കളി ഒന്നും കൂടി മേടിച്ചാലേ ആദ്യമായിട്ട് വന്ന ഫിലിമല്ലേ. ഏറ്റവും രസമുള്ള സിനിമ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്കൂൾ കാലഘട്ടം തന്നെയാണ്. പക്ഷെ ഇപ്പോഴും മേക്കപ്പ് എടി ലൈറ്റ് ഇട്ടാണ് പെടുന്നത്. എന്നാലും കുറച്ച് ക്ലിയർ ഉണ്ടായിരുന്നു. സ്കൂൾ പഠിക്കുമ്പോഴേ എന്താ നമ്മള് നാടകനൃത്തങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ അമ്മ ഒക്കെ അങ്ങനെ ചെയ്തു തരും. പൊട്ടിടും. പിന്നെ ചേച്ചിമാര് തിരുവാതിരയ്ക്കൊക്കെ അന്ന് ചെയ്ത് നിർന്നത്.
ഇനി ഇത് സ്ഥിരാവിടോ, ഇനി സ്ഥിരാവും. അതെ, തിരക്കോട് തിരക്കായിരിക്കും. ഇനി എനിക്ക് മേക്കപ്പ് ബോക്സ് നിലത്തൊക്കെ നേരം ഉണ്ടാവും. തീരെ ആവശ്യമില്ല, എല്ലാം ഉണ്ട്. കാനീനോടല്ല, നിങ്ങളോട് ഇങ്ങനെ കണ്ണെഴുതുക, ഇങ്ങനെ. ഈ ജന്മം നടക്കൂല. തല കുത്തി നിന്നാലും എനിക്ക് കഴിയൂല. അവിടെ ഈ കഴിയാൻ നല്ല രസമുണ്ടല്ലേ കണ്ണെഴുതാണ്. എന്റെ കണിക്കൊക്കെ അറിയാം, എനിക്ക് അറിയുന്നില്ല. കന്നിട്ടൊക്കെ ചെയ്തു കനിയെ. ഭയങ്കര ഇതല്ലേ അല്ലേ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അല്ല അമ്മ ചുന്ദരിയായോ അല്ലേ? നിങ്ങൾ നോക്ക്, മിണ്ടടി. ഇത് മുണ്ടൂലല്ലേ, മിണ്ടാത്ത കുട്ടി. പേരൊക്കെ പോയല്ലേ മുഖം കെട്ട് ആകതായി. മറ്റേ ഓർമ്മിച്ചില്ല. ഞങ്ങൾ ഇങ്ങനെ കേട്ടോ മാറ്റി കണ്ണായി കഴിഞ്ഞ് ബാക്കി തലയിലേക്ക്. നിങ്ങളെങ്ങനെയാ ഈ മറ്റേ കൺവെൻഷനാണോ? ഒരു സുഖമില്ല. ബോറുണ്ടോ കണ്ണ്? നോക്കട്ടെ, ഇങ്ങോട്ട് തിരിഞ്ഞു. രസമുണ്ട്, രസമുണ്ട്. ബോറില്ലാന്നാ പറഞ്ഞ. ചെറിയ സിത്തു അയിമ ചാരി നിക്ക്. കൊന്നമ്മക്ക് വരിക, എന്നിട്ട് കൊന്നമ്മക്ക് ഓസ് കുടിച്ചാല് വെള്ളം തെറിപ്പിച്ച കുറച്ചേരം വെള്ളം ആക്കിയിട്ട് ഇപ്പൊ ഉറ്റാടുന്നത് ഇങ്ങനെ സിത്ത് ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ചെടി ഇളക്കിയിട്ട്. കുറച്ചേരം നനച്ചൊക്കെ. സിത്തു താത്തേ, റെഡി 1 2 3 സ്റ്റാർട്ട്. പറക്കിനാരി കാണിക്ക്, നോക്ക്. വിരല് കടിക്ക്, ഓട്. കാണിക്ക്, വിരല് കടിക്ക്, ഓട്. ഈ കൊന്ന ഈ പറഞ്ഞ, ഞാൻ ഈ വലുതായിരിച്ചു. ഇതാ പറഞ്ഞേ, മഴത്തുള്ളി വീഴുന്നതല്ലേ. സിത്തു കൊടേ ശരിക്കും ഇങ്ങള് നോക്കി ചിരിക്കൂ. ചിരിക്കടി. മീറ്റർ മുട്ടണ്ട. അയല് എങ്ങനെയുണ്ട്? അയല് സിത്തു അയിമന്ന് എടുക്കണവര് കാണിക്കുക. എടുക്കണോ? ജസ്റ്റ് എടുക്കണവര് കാണിച്ചിട്ട് എന്താ വെച്ചിട്ട് പോകും. അതെ, അയല് എന്താ ചെയ്യണേ? ഏതായാലും എടുക്കണില്ലല്ലോ. കിട്ടൂലേ? എടുക്കണ പോലെ ചെയ്യുള്ളൂ. എന്നിട്ട് കൈ ഉയർത്തണ്ട, കൈ കുറച്ച് ഞാൻ ഇങ്ങനെ എടുക്കണ പോലെ നോക്കിയാണ്ട് പോയാ പോരെ.
അത് എടുത്തിട്ട് കൈമേൽ ഇട്ടിട്ട് പോണോ എന്താ ചെയ്യണേ? തോരടുന്ന മാതിരി കാട്ടിക്കോ അല്ലേ? ശരി. അങ്ങനെ ചെയ്യാം. നമ്മളെ നായിക അതാക്കണ ഇല വെട്ടാൻ പോയി. വെട്ടാൻ ഓടുന്നു. ഇതിങ്ങനെ വെള്ളം പിടിക്കുക. അപ്പൊ നെഞ്ചു കൊണ്ട് ഇങ്ങനെ ഓടുക. ഫോട്ടോ നിർത്തില്ല. മഴ ചോർന്നു. വീഡിയോസ് ഒക്കെ എടുക്കല് കഴിഞ്ഞിട്ടോ. നല്ല പേടിയുണ്ട് എനിക്ക് സത്യം പറഞ്ഞാല്. വീഡിയോ പുറത്ത് വരുമ്പോ എക്സ്പീരിയൻസ് പറയൂ, പങ്കുവെക്കൂ. കുഴപ്പമില്ല. എനിക്ക് ഫസ്റ്റ് വീഡിയോ ഇൻട്രൊഡക്ഷൻ എടുത്ത സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ കേട്ടോ. പിന്നെ മാറ്റില് കഴിഞ്ഞപ്പോ ശരിക്കും ഇപ്പൊ ഒരു കുട്ടിമാള് ലുക്കായില്ലേ? ആയോ ഫസ്റ്റല്ലേ? പിന്നെ ഒരു കുറച്ച് ഭാഗം എടുത്തപ്പോ തന്നെ ഓള് റെഡിയായി. കുഴപ്പമില്ല. ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ല. ഇനി ഞങ്ങൾ ഇതേപോലെ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കും. നീലത്താമര 2 ഇറങ്ങുമ്പോ എന്നെ വിളിക്കോ? രണ്ടാമത് ഇറങ്ങിയത് ഇറങ്ങൂല. അംബിക മാമേനു ഞാൻ ഇറങ്ങിയതാ കൊറേ മുന്നത്തെ. എന്നാ 3 ആവാ. 3 ഷൂട്ട് നിർത്തിയതോ ഇനി തുടങ്ങണില്ല. ഇത് തുടങ്ങൂല. എന്തായാലും നിങ്ങൾ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടോ. ഞങ്ങളെ വരുന്ന വീഡിയോക്കും മുന്നേ ഞങ്ങൾ ചെയ്ത വീഡിയോസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക, ലൈക്കും കമന്റും രേഖപ്പെടുത്തുക. തുടർന്ന് നിങ്ങളെ സപ്പോർട്ടൊക്കെ ഞാൻ ചോദിച്ചിട്ട് നിങ്ങളോട് ഞാൻ ചെയ്തിട്ട് നല്ല ഇഷ്ടമായിട്ടോ. മാറ്റി കഴിഞ്ഞിട്ട് അപ്പൊ ഞങ്ങള് അല്ലാതെ ക്യാമറ അല്ല, അഭിനയിച്ചതല്ല. ഓക്കെ ലാസ്റ്റ് ട്രോഫി ഫുള്ളിന്റെ തലയിലാവുമല്ലോ. അപ്പൊ ഞങ്ങള് എന്തായാലും ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ഇത് ചെയ്യാട്ടോ. ഞങ്ങൾ വരുന്നതും കുട്ടിമാളൂര് വീട്ടിക്ക് വെള്ളം കൊണ്ടുപോവാൻ മോളെ കുടം അതാ അവിടെ. ഇത് കഴിഞ്ഞിട്ട് കുട്ടിമാള് കുടവുമായി മോളിൽ പോകുന്നതാണ്. വീട്ടിക്ക് വെള്ളം കൊണ്ടുപോവാൻ. പാവം കുട്ടിമാളു എത്ര കാലമായി ജോലി ഒക്കെ മാറട്ടെ നമ്മളില്ലേ. നമുക്ക് കണക്ഷനൊക്കെ ഞങ്ങൾ വെച്ചതാണ്. ഞങ്ങൾ കുടിവെള്ളത്തിന് അപ്പൊ ഞങ്ങൾക്ക് വെള്ളം. പക്ഷെ അതൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിലേ ചെയ്തോണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. രസാണ്. എല്ലാരും വലിയ ബുദ്ധിമുട്ടേന്ന് വന്നതില്ല. ഇല്ലല്ല, ഞാന് സത്യം പറഞ്ഞാൽ ഞാന് ചെറിയ കുട്ടിയായ സമയത്ത് ഞങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ അമ്മേന്റെ വീട്ടിൽ പഠിച്ച് അവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടായിരുന്നു. അവിടെ എല്ലാരും കല്യാണം കഴിഞ്ഞ് പോയപ്പോ എന്റെ അമ്മമ്മ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പൊ നാടൻ ഒരു കുട്ടിയുടെ ലുക്കടിയെന്നെ കാണാല്ലേ. എന്റെ അമ്മമ്മ ഇല്ല. അമ്മ മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. അപ്പൊ അമ്മമ്മക്ക് വെള്ളം കൊണ്ടുപോയി 2 വർഷമായി. അപ്പൊ അതിനെ ജയിലോട് കുഴപ്പമില്ല. ഇത് കുലുക്കി ക്യാമറ പോയി കളിക്കട്ടോ. ക്യാമറമാരെ ശരിക്കും അങ്ങനല്ലേ? ഒന്ന് ബായ് പറഞ്ഞപ്പോ പോവുക, ക്യാമറ ഇളകുന്നു.